നമ്മൾ ഈ ഒരു തടിയുടെ ക്രോസ് സെക്ഷൻ എക്സാമിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒരു സെൻട്രൽ പോർഷനും ഈ ഒരു ഔട്ടർ ലെയറും ട്രീറ്റ് ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് വേയിലാണ്. ഈ ഒരു സെൻട്രൽ പോർഷനെ നമ്മൾ പിത്തെന്ന് പറയും. അതിനുശേഷം ഈ പിത്തിന് ശേഷമുള്ള ഇതുവരെയുള്ള തടിയുടെ ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ഹാർട്ട് എന്ന് പറയും. അതിനുശേഷം നമ്മളിതിനെ സാപ്പ് വുഡ് എന്ന് പറയും. ആക്ച്വലി ഈ സാപ്പ് വുഡ് എന്ന് പറയുന്നത് നമ്മൾ ഫർണിച്ചറിൽ കളയുന്ന ഭാഗമാണ്. അപ്പം നമ്മൾ ലൈഫ് ഫർണിച്ചറിലോട്ട് വരുമ്പോൾ ഈ സാപ്പ് സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അത് ലൈഫ് ഫർണിച്ചർ. നമ്മൾ ഇതുകൂടെ ചെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ലൈഫ് ഫർണിച്ചർ എന്ന് പറയാൻ പറ്റില്ല. സോ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യുന്ന രീതി വേറെ രീതിയിലാണ്. അതിൻ്റെ പോളിഷിങ് ടെക്നിക്സ് വേറെയാണ്. ഈ തടിയുടെ ഈ ഹാർട്ട് സെക്ഷനിൽ ഉള്ള നമ്പർ ഓഫ് ലൈൻസ് റിങ്സ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തടിയുടെ ഏജ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സാപ്പ് സെക്ഷൻ മാത്രമല്ല, ഇതിന് ശേഷം തടിയിലൊരു കാമ്പിയം ലെയർ ഉണ്ട്, പിന്നെ അതിനുശേഷം ഇന്നർ ബാർക്കുണ്ട്, ഔട്ടർ ബാർക്കുണ്ട്. ഒന്നുമില്ല, പുറംതൊലി, അകംതൊലി, പിന്നെ അതിനുശേഷം ഒരു ലെയർ, പിന്നെ അതിനുശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ലൈവ് വുഡിൻ്റെ ഫുൾ പീസ് നമ്മൾ എടുക്കുന്നത്.